അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത്. വെള്ളിയാഴ്ച രാവുകളിൽ, വെള്ളിയാഴ്ച ദിനങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്വലാത്ത് അധികരിപ്പിക്കുക. മറ്റു ദിനങ്ങളിൽ 100 ചൊല്ലുന്നവർ 200 ആക്കുക, 1000 ചൊല്ലുന്നവർ 2000 ആക്കുക. അങ്ങനെ നമ്മുടെ സ്വലാത്തിന്റെ എണ്ണം കൂട്ടേണ്ട ഒരു ദിവസമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. കാരണം മറ്റു ദിനങ്ങളെ പോലെയല്ല. മറ്റു ദിനങ്ങളിൽ നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിർണയിക്കുകയും ആ ഒരു മലക്ക് ആ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കും. എന്നാൽ വെള്ളിയാഴ്ച ദിവസം തങ്ങൾ നേരിട്ട് കണ്ട് സന്തോഷിക്കുന്ന അതിമഹത്തായ ഒരു ദിവസമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും പകലിലായി ധാരാളമായി സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളെ ഉറക്കിലും ഉണർവിലും കാണാൻ പറ്റിയ ഒരു പാകപ്പെട്ടൊരു ജീവിതം, പാകപ്പെട്ടൊരു ശരീരം, കണ്ണും അവയവമാക്കി മാറ്റണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇവിടുത്തെ പരിശുദ്ധ മദീനയിൽ ചെല്ലാനും അവിടെ ചെന്ന് നമ്മുടെ അന്തിമ ശ്വാസം വലിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളുടെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ മനസ്സിൽ ഏത് മുറാദും ഏത് ആവശ്യവും സ്വലാത്ത് വഴി അല്ലാഹു പൂർത്തീകരിച്ചു തരും. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. അത് ചെല്ലേണ്ടതുപോലെ ചെല്ലി ഹബീബായ തങ്ങളോട് നല്ല വിശ്വാസത്തോടുകൂടെ എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യം, എനിക്കുള്ള വിഷമം, എനിക്കുള്ള പ്രയാസം എല്ലാം തങ്ങൾ തീർത്തു തരും. എല്ലാത്തിനും പരിഹാരമാണ്. എല്ലാത്തിനും നമുക്കുള്ള എല്ലാ വിഷയവും തുറന്നു പറയാൻ ഹബീബായ തങ്ങളുണ്ട്. തങ്ങളോട് പറഞ്ഞാൽ ഏതും അവിടെ നിന്ന് റിജക്റ്റ് ആക്കൂല, തിരസ്കരിക്കൂല, അതേപോലെ തന്നെ തള്ളിക്കളയൂല. തങ്ങളെല്ലാം അവിടെ നമുക്ക് പരിഹരിച്ചു തരും. എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരും. അപ്പോൾ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മഹാന്മാർ പഠിപ്പിച്ച അത്ഭുത സ്വലാത്ത്. ഈ സ്വലാത്ത് മഹാന്മാർ പഠിപ്പിച്ചത് ഈ ഒരു സ്വലാത്ത് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച്, സുന്നത്ത് നിസ്കരിച്ച് അതിന് ശേഷം ഈ സ്വലാത്തുൽ മുൻജിയ നമുക്കൊക്കെയും അറിയാം. മങ്കുസ് മൗലൂദിന്റെ അവസാനമായി പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് 1000 തവണ ചൊല്ലണം. കുറച്ച് വലിപ്പമുണ്ട്, എന്നാലും 1000 തവണ ഈ ഒരു സ്വലാത്ത് ചൊല്ലണം. എന്നാൽ അവന്റെ ഏത് ഉദ്ദേശവും റബ്ബ് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഈ സ്വലാത്ത് 1000 തവണ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം തന്നിരിക്കും. അല്ലാഹു ചോദിക്കുന്ന കാര്യം സാധിപ്പിച്ചു തന്നിരിക്കും. പലർക്കും പല ഉദ്ദേശങ്ങളാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, പൂർത്തിയാവാൻ വേണ്ടി കാലങ്ങളോളം കാത്തിരിക്കുന്നത്. മക്കളുടെ കല്യാണം എടുത്തവരുണ്ടാകും. വീട് പണി പകുതി നിർത്തിവെക്കേണ്ട ഒരു സാമ്പത്തിക പ്രയാസം വന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന് വീട് പണി പകുതി നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ. അതേപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ പല കാര്യം, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എല്ലാത്തിനും പരിഹാരമാണ്. നല്ല വിശ്വാസത്തോടുകൂടെ തങ്ങളിൽ വിശ്വസിച്ച് തങ്ങളിൽ എല്ലാം സമർപ്പിച്ച് ചെയ്യുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.